പരുന്തുംപാറ അടക്കമുള്ള വൻകിട ഭൂമി കയ്യേറ്റത്തിൽ മലയോര ജനതയുടെ ആശങ്ക സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ്. മാത്യു കുഴൽനാടൻ MLA ആണ് കയ്യേറ്റം അടക്കമുള്ള ഭൂപ്രശ്നങ്ങൾ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത്. അതേസമയം വ്യാജ ആധാരങ്ങൾ ചമച്ചാണ് കയ്യേറ്റങ്ങൾ നടക്കുന്നതെന്നും ഒഴിപ്പിക്കൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും റവന്യൂ മന്ത്രി കെ രാജൻ മറുപടി നൽകി. 15 റവന്യൂ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കയ്യേറ്റം ഒഴിപ്പിക്കാൻ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇടുക്കിയിലെ മുഴുവൻ അനധികൃത കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. രശ്മി കാർത്തിക ചേരുന്നു വിവരങ്ങളുമായി. രശ്മി, സഭയിൽ നിന്നുള്ള ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിന്മേലുള്ള വിവരങ്ങൾ. രോഹിണി, നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് മാത്യു കുഴൽനാടൻ MLA ആണ്. പരുത്തുംപാറയിൽ അടക്കമുള്ള വിവിധ മേഖലകളിൽ നടക്കുന്ന ഭൂമി കയ്യേറ്റം അത് മലയോര മേഖലകളിൽ സൃഷ്ടിക്കുന്ന ആശങ്ക വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ റൂൾ 60 പ്രകാരം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നുള്ളതായിരുന്നു ആവശ്യം. മാത്യു കുഴൽനാടൻ MLA ആണ് നോട്ടീസ് നൽകിയത്. ഇതിൽ മന്ത്രി കെ രാജൻ പറഞ്ഞത് വ്യാജ ആധാരങ്ങൾ ചമച്ചാണ് കയ്യേറ്റങ്ങൾ നടക്കുന്നത്. കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കയ്യേറ്റം ഉണ്ടെന്ന വാർത്ത വന്നതിന് പിന്നാലെ കർശനമായ നടപടികൾ സ്വീകരിച്ചു. 15 റവന്യൂ ഉദ്യോഗസ്ഥർ നേതൃത്വത്തിൽ കയ്യേറ്റം ഒഴിപ്പിക്കാൻ സംഘത്തെ നിലവിൽ നിയോഗിച്ചിട്ടുണ്ട്. ഇടുക്കിയിലെ മുഴുവൻ അനധികൃത കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കും. ഡിജിറ്റൽ സർവേയിലൂടെ ഈ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും എന്നുള്ളതാണ് പറയുന്നത്. സമാനതകളില്ലാത്ത വിധം സാധാരണക്കാർക്ക് പട്ടയം നൽകാനുള്ള നടപടികൾ സർക്കാർ കൈക്കൊള്ളുന്നു എന്നുള്ളതാണ് മന്ത്രി കെ രാജൻ നിയമസഭയിൽ പറഞ്ഞതിൽ. മാത്യു കുഴൽനാടൻ പറഞ്ഞൊരു കാര്യം, കയ്യേറ്റത്തിലൂടെ കോടികളുടെ തട്ടിപ്പാണ് നിലവിൽ നടക്കുന്നത്. പീരുമേട് 624.84 ഏക്കർ കയ്യേറിയിട്ടുണ്ട്. പാറയുള്ള സ്ഥലത്ത് എങ്ങനെ പട്ടയം നൽകി എന്നുള്ളതാണ് ചോദ്യം. അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ വലിയ ലോബി ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. സർക്കാർ ഈ ലോബിക്ക് പിന്തുണ നൽകുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ വേദന അനുഭവിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള കർഷകരാണ്. 20,000-ലധികം ആളുകൾ പട്ടയത്തിനായി കാത്തിരിക്കുമ്പോൾ അവിടെ പട്ടയം തടസ്സപ്പെട്ടു. കോടതിയുടെ മേൽ കുറ്റം ആരോപിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ മാത്യു കുഴൽനാടൻ MLA പറഞ്ഞ ഒരു കാര്യം. അതിലിപ്പോൾ നിയമസഭയിൽ മന്ത്രി കെ രാജൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രശ്മി, അതോടൊപ്പം നമുക്കറിയാം ഈ ഇടുക്കി പരുന്തുംപാറ മേഖല കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള കയ്യേറ്റങ്ങളാണ് നടന്നത്. ഇത് ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ജില്ലാ കളക്ടർ ഉൾപ്പെടുന്ന ഒരു സംഘത്തെ തന്നെ അന്ന് സർക്കാർ നിയോഗിച്ചതാണ്. പക്ഷേ ഈ കയ്യേറ്റ ഭൂമിയിൽ പിന്നീട് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നതും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഇത് വിഷയം സഭയിലെത്തുമ്പോൾ ഏത് രീതിയിലുള്ള ഒരു തുടർ നടപടിക്രമങ്ങൾ ഇനിയും പൂർത്തിയാക്കാനുണ്ട് എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. സർക്കാർ കോടതിയെ തന്നെ കോടതിയുടെ ഇടപെടൽ മറ്റുമുള്ള കാര്യങ്ങൾ, അതായത് കോടതിയുടെ ഇടപെടലാണ് പലതിനും തടസ്സമായിരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവിടെ ചേർക്കാൻ ശ്രമിക്കുന്നത്. വ്യാജ ആധാരങ്ങൾ ചമച്ചുള്ള കയ്യേറ്റങ്ങൾ നടക്കുന്നുണ്ട്. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള നടപടിയൊക്കെ സ്വീകരിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ ഈ വാർത്തകൾ വന്നതിന് പിന്നാലെ തന്നെ ഇത്തരത്തിലുള്ള അനധികൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള വാർത്തകൾ വന്നതിന് പിന്നാലെ അതുമായി ബന്ധപ്പെട്ടുള്ള കർശന നടപടികൾ സ്വീകരിച്ചു വരുന്നു എന്നുള്ളതാണ് സർക്കാർ നിയമസഭയിൽ റവന്യൂ മന്ത്രി കെ രാജൻ നിയമസഭയിൽ പറഞ്ഞ മറുപടി. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നിയമസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇതിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം അല്പസമയത്തിനകം തന്നെ അറിയാൻ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് പരുന്തുംപാറ അടക്കമുള്ള വിവിധ മേഖലകളിൽ നടക്കുന്ന ഭൂമി കയ്യേറ്റം. അത് മലയോര ജനതയിൽ സൃഷ്ടിക്കുന്ന ആശങ്കയും വളരെ വലുതാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് നിയമസഭയിൽ ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത്. ശരി, രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.